എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 9ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും അതോടൊപ്പം തന്നെ മലയാളം മീഡിയവും നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടൈമിംഗ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ വരെ സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചാർട്ട് പൂർത്തിയാക്കുക എന്നാണ്. പാശ്ചാത്യ റോമ സാമ്രാജ്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എ ആയി വരുന്നത് പൗരസ്ത്യ റോമ സാമ്രാജ്യമാണ്. ബി എന്ന സ്ഥാനത്ത് റോം. ശിലാമണ്ഡല ഫലകങ്ങൾ എന്നാൽ എന്താണ് ശിലാമണ്ഡല ഫലകങ്ങൾ? അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും പരമാവധി 100 കിലോമീറ്റർ കനവുമുള്ള ശിലാമണ്ഡല ഭാഗങ്ങളെ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നു. ഏറ്റവും വലിയ ശിലാമണ്ഡല ഫലകത്തിൻ്റെ പേരെന്താണ്? പസഫിക് ഫലകം. മധ്യകാല ലോകത്ത് സ്വന്തമായി നാണയം മുദ്രണം ചെയ്ത ഇറ്റാലിയൻ നഗരങ്ങൾ ഏതെല്ലാമാണ്? ഫ്ലോറൻസ്, വെനീസ്. മധ്യകാല അമേരിക്കയിൽ നിലനിന്നിരുന്ന ഏതെങ്കിലും 2 സംസ്കാരങ്ങളുടെ പേരെഴുതുക. ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. അതിൽ ചിലത് ഇൻക, പടയൻ, കരീബിയൻ. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ സൂചിപ്പിക്കുന്ന താപവ്യാപന പ്രക്രിയകളുടെ പേരെഴുതുക. ഒന്നാമത്തത് താപചാലനം, അപ്പോൾ രണ്ടാമത്തത് ഭൗമവികിരണം. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ഏതെങ്കിലും 2 രീതികൾ. ഒരുപാട് രീതികൾ, 3 രീതികളുണ്ട്. അപ്പോൾ അതിൽ ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി, ഏതെങ്കിലും 2 രീതികളാണ് എഴുതാൻ പറഞ്ഞത്. മധ്യകാല യൂറോപ്പിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കാനാണ് അടുത്ത ചോദ്യം. കേംബ്രിഡ്ജ്, ഇംഗ്ലണ്ട്. തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാല കോൺസ്റ്റാന്റിനോപ്പിൾ. കൊർദോവയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം സ്പെയിൻ. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങൾ അവയുടെ സംരക്ഷണത്തിനും ഒരു ജനാധിപത്യ സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പ്രസ്താവന സമർത്ഥിക്കുക. അവിടെ എഴുതേണ്ടത് മൗലികാവകാശങ്ങളുടെ പ്രാധാന്യമാണ്. വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. അവ വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഒഴിച്ചുകൂടാനാവാത്തവയാണ്. അടുത്തത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ജസ്റ്റീനിയൻ്റെ നിയമസംഹിതയുടെ സവിശേഷതകൾ വിശദമാക്കുക എന്നതാണ് ചോദ്യം. ജസ്റ്റീനിയൻ്റെ നിയമസംഹിതയുടെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ജസ്റ്റീനിയൻ റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു നിയമസംഹിത ഉണ്ടാക്കി. ഇത് കോർപ്പസ് ജൂറിസ് സിവിൽ എന്നറിയപ്പെട്ടു. യുക്തി, നീതി, ഔദാര്യം എന്നീ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജസ്റ്റീനിയൻ്റെ നിയമസംഹിത. അടുത്ത ചോദ്യം, ഓരോരോ ടേമും നിർവചിക്കാനാണ്. ആദ്യത്തേത് ദൈനിക താപാന്തരം. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം. അടുത്തത് സമതാപരേഖകൾ. ഒരേ അന്തരീക്ഷ താപം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപരേഖകൾ. അടുത്തത് ദൈനിക ശരാശരി താപനില. ഒരു ദിവസത്തെ ശരാശരി താപനിലയാണ് ദൈനിക ശരാശരി താപനില. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ കൂടിയ താപനില കൂട്ടണം കുറഞ്ഞ താപനില /2. മധ്യകാല ആഫ്രിക്കയിലെ സാംസ്കാരിക കേന്ദ്രമായ തിംബുക്തുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതാനാണ് അടുത്ത ചോദ്യം. മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രമാണ്. അടിമക്കച്ചവടത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു. ഇവിടെ കങ്കൻ മൂസ പണികഴിപ്പിച്ച ഗ്രേറ്റ് മോസ്ക് പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്നു. അഗ്നിപർവ്വതങ്ങൾ മനുഷ്യന് ഉപകാരപ്രദമാകുന്നത് എങ്ങനെയെന്നാണ് അടുത്ത ചോദ്യം. ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ഫലഭൂയിഷ്ഠമാണ്. അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തേക്ക് വരുന്ന ചാരം വളമായി ഉപയോഗിക്കാം. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ പലയിടത്തും ഗീസറുകൾ രൂപപ്പെടുന്നു. 13ാമത്തെ ചോദ്യം, അറബികളുമായുള്ള ബന്ധത്തിലൂടെ യൂറോപ്യൻ ജനത പരിചയിച്ച സാങ്കേതിക ജ്ഞാനങ്ങളിൽ ഏതെങ്കിലും 3 എഴുതുക. ടെലിസ്കോപ്പിൻ്റെ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ, തെരുവുദ്വീപുകൾ, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ, മെക്കാനിക്കൽ ക്ലോക്കുകൾ. അടുത്തത് 14ാമത്തെ ചോദ്യം, ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമേത്? നമുക്കറിയാം, സീസ്മോഗ്രാഫ്. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളന്ന് തിട്ടപ്പെടുത്തുന്ന തോത് റിക്ടർ സ്കെയിൽ. ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്ന കേന്ദ്രങ്ങളെ വിളിക്കുന്ന പേര് പ്രഭവ കേന്ദ്രം.
അടുത്ത ചോദ്യം, ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെ? കണക്കാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എഴുതുക. അത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ: സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന്, സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന്, വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കുന്നതിന്, ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന്. അടുത്തത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 16ാമത്തെ ചോദ്യം നോക്കാം. മേഘങ്ങളെ അവയുടെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് വിശദീകരിക്കുക. സിറസ് മേഘങ്ങൾ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണുന്നു. അടുത്തത് സ്ട്രാറ്റസ് മേഘങ്ങൾ താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണുന്നു. കുമുലസ് മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങൾ. ഇവ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു. അടുത്ത മേഘങ്ങൾ നിംബസ് മേഘങ്ങളാണ്. താഴ്ന്ന വിതാനത്തിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. അടുത്ത ചോദ്യം, ചെങ്കിസ് ഖാൻ നടപ്പിലാക്കിയ ഭരണ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ എഴുതുക എന്നതാണ്. ശക്തമായ കുതിരപ്പട, കുതിരപ്പുറത്തിരുന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ, സുസംഘടിതമായ ചാരസംഘം, കൊറിയർ എന്ന തപാൽ സമ്പ്രദായം. അടുത്തത്, ചുവടെ നൽകിയിട്ടുള്ള ചിത്രത്തിൽ ABCD എന്നവയെ അടയാളപ്പെടുത്തിയ ശിലാമണ്ഡല ഫലകങ്ങൾ ഏതെല്ലാമാണെന്നാണ്. A എന്നത് പസഫിക് ഫലകം, അതാണ് ഏറ്റവും വലിയ ഫലകം. B എന്നത് വടക്കേ അമേരിക്കൻ ഫലകം. C അന്റാർട്ടിക് ഫലകം. D ആഫ്രിക്കൻ ഫലകം. അടുത്ത ചോദ്യം, ശൈലവൃഷ്ടി, സംവഹന വൃഷ്ടി എന്നിവ താരതമ്യം ചെയ്യുക. എന്താണ് ശൈലവൃഷ്ടി? അത് പർവ്വതവൃഷ്ടി എന്നറിയപ്പെടുന്നു. കടലിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയും പർവ്വതച്ചരിവുകളിലൂടെ ഉയർന്ന് തണുത്ത് ഘനീഭവിച്ച് മേഘരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. കാറ്റിന് മുഖമായി പർവ്വതങ്ങളുടെ വശങ്ങളിൽ പെയ്തിറങ്ങുന്ന മഴയാണ് ശൈലവൃഷ്ടി. അടുത്തത് സംവഹന വൃഷ്ടിയാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഉയർന്ന താപമേറ്റ് വായു ചൂടായി വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിനെയാണ് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. ഇടിമിന്നലോട് കൂടി പെയ്യുന്ന മഴയാണ് സംവഹന വൃഷ്ടി. അടുത്തത്, A കോളത്തിന് അനുയോജ്യമായി B കോളം അടയാളപ്പെടുത്തുക എന്നാണ്. രാജതരംഗിണി, കെൽഹണൻ. സിറ്റി ഓഫ് ഗോഡ്, സെൻറ്റ് അഗസ്റ്റിൻ. ഒമർ ഖയ്യാം, റുബായിത്ത്. ജയദേവൻ, ഗീതാഗോവിന്ദം. അടുത്തത്, അന്തരീക്ഷത്തിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വിശദമാക്കുക എന്നാണ്. ഒന്നാമത്തത്, അക്ഷാംശസ്ഥാനം. ഉഷ്ണമേഖലയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ അവിടെ താപം കൂടുതലായിരിക്കും. അടുത്തത്, ഉയരം. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. അടുത്തത്, സമുദ്ര സാമീപ്യം. കര ചൂടാകുമ്പോൾ കടലിൽ നിന്ന് കരയിലേക്കും കര തണുക്കുമ്പോൾ തിരിച്ചും വായുവിൻ്റെ നീക്കം ഉണ്ടാകുന്നതിനാൽ സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ മിതമായ താപമാണ് ഉണ്ടാകുന്നത്. അടുത്തത്, കാറ്റുകളാണ്. ഉഷ്ണക്കാറ്റുകളും ശീതക്കാറ്റുകളും അവ കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, മധ്യകാല യൂറോപ്യൻ നഗരങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമെന്നാണ്. പൊതുവെ വലിപ്പം കുറഞ്ഞവയായിരുന്നു. നഗരവീഥികൾ ഇടുങ്ങിയതും വൃത്തിഹീനവുമായിരുന്നു. കെട്ടിടങ്ങൾ തടികൊണ്ട് നിർമ്മിച്ചതും വൈക്കോൽ മേഞ്ഞതുമായിരുന്നു. നഗരവാസികളിൽ ഭൂരിഭാഗം കച്ചവടക്കാർ, കരകൗശല ജോലിക്കാർ, തൊഴിലാളികൾ എന്നിവരായിരുന്നു. സുനാമിയിൽ നിന്നും രക്ഷ നേടാൻ സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. ഇത് വളരെ ജനറൽ ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. കടൽത്തിരകൾ പിന്നോട്ട് വലിയുന്നത് കാണുകയാണെങ്കിൽ അത് സുനാമി മുന്നറിയിപ്പായി കരുതി സുരക്ഷിത സ്ഥലത്തേക്ക് മാറുക. ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കുക. അപകടഘട്ടം തരണം ചെയ്തുവെന്ന് സ്വയം തീരുമാനിക്കാതെ ഔദ്യോഗിക അറിയിപ്പിനായി കാത്തിരിക്കുക. രക്ഷപ്പെടാനുള്ള തിരക്കിനിടയിൽ വസ്തുവകകൾ എടുക്കാനായി സമയം പാഴാക്കാതിരിക്കുക. അടുത്ത ചോദ്യം, ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്കിടയായ കാരണങ്ങൾ എന്തെല്ലാമെന്നാണ്. ക്ഷാമം, കാലാവസ്ഥാ വ്യതിയാനവും കാർഷികോൽപാദനത്തിലെ കുറവും, പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികൾ, കുരിശുയുദ്ധങ്ങൾ, കർഷക കലാപങ്ങൾ. അടുത്തത് ഡയഗ്രം പൂർത്തിയാക്കാനുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ഏതെല്ലാമെന്നാണ്. നമുക്കറിയാം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായുള്ള അവകാശം. അടുത്തത് 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുന്നുണ്ട്. ഏതെങ്കിലും
1 എഴുതിയാൽ മതിയാകും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു ഷാലമീൻ. ചുവടെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവന സമർത്ഥിക്കാനാണ്. അതിൽ ഏതാണ്ട് ഒരു പേജോളം എഴുതേണ്ടതായിട്ടുണ്ട്. അത് ഈ 2 പോയിന്റുകൾ, അതായത് ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ, കരോലിജിയൻ നവോത്ഥാനം തുടങ്ങിയ പോയിന്റുകൾ ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം, മധ്യകാലഘട്ടത്തിൽ സാമൂഹിക സാമ്പത്തിക ഘടനയുടെ പ്രധാന സവിശേഷതയായിരുന്നു ഗിൽഡുകൾ. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവന വിശകലനം ചെയ്യുക. ഗിൽഡുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച ഘടകങ്ങളും അതോടൊപ്പം തന്നെ ഗിൽഡുകളുടെ ചുമതലകളും ഒക്കെ എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം, ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങൾ വിശദമാക്കുക എന്നാണ്. അത് തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമാക്കാനുള്ള ചോദ്യമാണ്. അടുത്തത്, വിവിധതരം ഫലകസീമകൾ ഏതെല്ലാം വിശദമാക്കുക എന്നതാണ്. സംയോജക സീമകളെക്കുറിച്ചും വിയോജക സീമകളെക്കുറിച്ചും ഛേദക സീമകളെക്കുറിച്ചും എഴുതാവുന്നതാണ്. ഇതോടെ മലയാളം മീഡിയം ചോദ്യം മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളാണ്. മലയാളം മീഡിയം വിദ്യാർത്ഥികൾ എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദി ചാർട്ട് എന്നാണ്. എ എന്ന സ്ഥാനത്ത് ദ ഈസ്റ്റേൺ റോമൻ എംപയർ. അപ്പോൾ ദ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഭാഗമായി വരുന്നത് റോം എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ്? നെയിം ദ ലാർജസ്റ്റ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്. Portions of the lithosphere, which are several thousand kilometers wide and roughly 100 kilometers thick, are called lithospheric plates. ഏറ്റവും വലുത് പസഫിക് പ്ലേറ്റ്. Name the Italian cities that mined their own coins in the medieval world. Florence and Venice. Write the names of any 2 civilizations that prevailed in medieval America. Mississippi, Mayan, Inca, etc. Name the process of heat transfer represented by the given picture. A answer, conduction. B answer, terrestrial radiation. Mention any 2 methods of estimating national income. Product method, income method, expenditure method. Complete the table related to the universities in medieval Europe. Cambridge, England. Constantinople, Turkey. Cordova, Spain. Next question. Fundamental rights and their protection are very important in a democratic country. Substantiate this statement. Answer. Fundamental rights are those rights which cannot be denied to a person at any cost. They are inevitable for the holistic development of an individual. 3-mark questions. Explain the characteristic of the Code of Justinian. The greatest codification of all the existing Roman laws into a code of law. Corpus Juris Civilis. Many nations adopted it for framing their laws. Corpus Juris Civilis classified the code, the digest and the institutes. Next question. Define the terms. Diurnal range of temperature. The difference between the maximum and the minimum temperature of a day is called diurnal range of temperature. Next, isotherms. The imaginary lines connecting places having equal atmospheric temperature are called isotherms. Daily mean temperature. The average temperature of a day is termed daily mean temperature. Let the importance of Timbuktu being the cultural center of medieval Africa. Timbuktu in the Empire of Mali was the most important cultural and commercial center of medieval Africa. Merchants from Venice, Granada and Genoa reached Timbuktu for the marketing their
merchandise such as gold and ivory. It was also a center of slave trade. How volcanoes useful to man? The soil formed by the weathering of lava rocks is fertile. Volcanic ash is good enough. Mention any three examples for the technological know-how acquired by the Europeans through their Arab contact. The instruments used for marketing telescope, mechanical clocks, principle of the gear, surgical instruments. Answer the following questions related to earthquakes. Name the instrument used to record seismic waves. Answer seismograph. Mention the scale used to measure the intensity of the earthquakes. Richter scale. Name the deep points inside the earth from where earthquakes occur. Answer is focus. What are the objectives of calculating national income? To help in calculating the economic growth of a country, to compare the economic growth of different countries, to study the problems faced by the economy, to help the government in planning and implementing different projects. 4 mark questions. Classify and explain the clouds based on their form. Cirrus clouds. These are feather-like clouds in the upper atmosphere in clear weather conditions. Stratus clouds. These appear in thick layer in the lower part of the sky. Cumulus clouds. These clouds resemble huge cotton bundles and are formed due to strong convection currents. They have large vertical extent. Nimbus clouds. These are dark rain clouds in the lower atmosphere. Next question. Write the features of the administrative system introduced by Genghis Khan. Answer. The chief characteristic was its strongly cavalry. Genghis Khan arranged his army in the multiples of 10. Genghis Khan also maintained a well-organized espionage. 18th question. Identify the lithospheric plates marked as A, B, C, and D in the given diagram. A. Pacific plate. B. North American plate. C. Antarctic plate. D. African plate. Next question. Compare orographic rain and convectional rain. Orographic rainfall. Moisture-laden wind from the sea enters the land and moves upward along the mountain slopes where it gets cooled and condensed to form clouds. Convectional rainfall. Cumulus clouds are formed by the cooling and condensation of rising warm air. 20th question. Match the items in column A with appropriate items from column B. Rajatarangini, Kalhana, City of God, St. Augustine, The Rubaiyat, Omar Khayyam, Geeta Govindam, Jayadeva. Explain the factors influencing the distribution of atmospheric temperature: latitude, altitude, nearness of ocean, and wind. Explain those. 22nd question. List out of the characteristic of the medieval European cities. Generally small in size, the roads of these cities were narrow and unhygienic. The cities depended on the villages for food and fodder. What are the measures of mitigate the impact of tsunamis? Recession in sea level may be an indicator of tsunami. If so, move on to safer locations. Take official warning seriously. What are the causes that led to the
Decline of feudalism. Agricultural production decreased due to climatic change. Crusades, Plague and Black Death. Peasant revolts. Complete the diagram. Fundamental rights in the Indian Constitution. Right to equality, right to freedom of religion, cultural and educational rights. അടുത്തത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇതിന് ആൻസർ നൽകി നിങ്ങൾക്ക് 1 പേജോളം എത്തിക്കേണ്ടതുണ്ട്. അതിനാൽ ഇവിടെ പറയുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.